ഇവരൊക്കെ ഈ കിടക്കും പോലെ ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് കുറച്ച് ഞാനിവിടെ കിടന്ന നേരം വെളുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഡെഡ് ബോഡി ആവും. അവരാരാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. 120 പേരാണ് അന്ന് ഈ കിണറിൽ മാത്രമായിട്ട് മരിച്ചത്. ആ ഓട്ടോക്കാരൻ്റെയും കൂടെയുള്ള ആളുടെയും പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നി. കറക്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെയല്ലേ അവരെന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടെമ്പിളിന്റെ ഫ്രണ്ട് എൻട്രൻസിലാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് സ്റ്റോപ്പ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 1 കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പോയി കാണണേ, ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടിലെ സ്ട്രീറ്റ് ഭയങ്കര രസമാണ് കാണാൻ. ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്. ഫുൾ ടൈൽസ് ഒക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആ സ്ട്രീറ്റ്. ടെമ്പിളിന്റെ ഫ്രണ്ട് എൻട്രൻസിൽ വന്നപ്പം അവിടെ അത്യാവശ്യം തിരക്ക് കണ്ടുകൊണ്ട് അതിലേക്ക് കയറണ്ട എന്ന് വിചാരിച്ചു. അവിടെ കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ബാക്ക് ഗേറ്റിൽ പോയി എൻ്റർ ചെയ്യാന്ന് വിചാരിച്ചു. ഇവക്കെന്താ വട്ടാണോന്നല്ലേ ഇപ്പം ആലോചിച്ച്. ചെറുതായിട്ട് എനിക്ക് ഇത്തിരി വളഞ്ഞ വഴിയാണ് ഇഷ്ടം. പക്ഷേ ഇത് ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് എടുത്ത തീരുമാനമാണ്. ബിക്കോസ് എൻ്റെ ബാഗ് വെച്ചത് ബാക്ക് എൻട്രൻസിലുള്ള ക്ലോക്ക് റൂമിലാണ്. അങ്ങോട്ടേക്ക് ടെമ്പിളിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ കുറച്ചധികം നടക്കണം. ബട്ട് ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴിയെ പോയാൽ പെട്ടെന്ന് ബാക്ക് എൻട്രൻസിൽ എത്താൻ പറ്റും. രാവിലെ കഴിച്ച 2 ബ്രെഡിൻ്റെ ബലത്തിലാണ് രാത്രി വരെ ഞാൻ ഈ തിരിഞ്ഞ് നടന്നത്. പക്ഷേ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങി ട്രൈ ചെയ്താൽ ചിലപ്പോൾ എൻ്റെ വയർ അപ്സെറ്റ് ആവും എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല. അങ്ങനെ ബാക്ക് എൻട്രൻസിൽ വന്നു. അവിടെ ഷൂവും സോക്സും ഒക്കെ നമ്മൾ ഊരി ഷൂ ഹൗസിൽ വെക്കണം. തല കവർ ചെയ്തിട്ടേ അകത്ത് കയറാവുള്ളൂ. അതിനുള്ള ക്ലോത്ത് അവിടെ അവർ തന്നെ തരും. സോക്സ് പോലും ഇടാതെ ആ തണുപ്പത്ത് ആ ടൈൽസിൽ ചവിട്ടി നടക്കുന്ന അവസ്ഥ അൺസഹിക്കബിൾ ആണ്. കാല് വൃത്തിയാക്കി കഴുകിയതിന് ശേഷമാണ് ടെമ്പിളിൽ കയറാവുള്ളൂ. അതിനാണ് ആ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. കുറച്ച് ചൂടുള്ള വെള്ളമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ആശ്വാസം കിട്ടും തണുപ്പിന്. അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ആദ്യമായിട്ട് കാണുകയാണ്. അതും രാത്രി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യൂ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരുപോലെ ബ്യൂട്ടിഫുൾ ആണ് ഗോൾഡൻ ടെമ്പിൾ. ഈ ലേക്കിന്റെ 4 സൈഡിലും ഒരേ കാവൽക്കാർ കുന്തമൊക്കെ കയ്യെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ നടക്കുന്നത്. പക്ഷേ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചധികം സമയം ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, ഇങ്ങനെ പട്ടി ഷോ കാണിച്ചാൽ അവർ വന്ന് നമ്മളെ ഒരു സൈഡാക്കും. ഇത് നീ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചാൽ ആരും വരണ്ട, ഞാൻ സമ്മതിച്ചു തരില്ല. എനിക്ക് അവിടെ തണുത്ത് വിറച്ചിട്ട് നടക്കാൻ കൂടെ പറ്റണില്ല. അപ്പോഴാണ് ആ വല്യപ്പൻ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നത്. കുറേ പേരൊക്കെ ജസ്റ്റ് കാല് മാത്രം കഴുകിയിട്ടും പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനും കഴുകാം എന്ന് വെച്ചങ്ങ് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല സുഖമുണ്ടായിരുന്നു. വാഗാ ബോർഡറിൽ നിന്ന് കൂടെ കിട്ടിയ നമ്മുടെ ചിന്ന പയ്യനില്ലേ, അവനും കൂടെയുണ്ട്. അവൻ്റെ ട്രെയിൻ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഒരു റൗണ്ട് കൂടെ ടെമ്പിളിലൊന്ന് കറങ്ങി ഫുഡും ഒക്കെ കഴിച്ചിട്ട് അവൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബാക്ക് എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ലങ്കർ ഹാൾ ഉള്ളത്. ഗോൾഡൻ ടെമ്പിളിൽ ഫ്രീ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ലങ്കർ ഹാൾ. കയറി ചെല്ലുമ്പോൾ തന്നെ അവർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടാവും. നമ്മൾ അത് വാങ്ങി മുകളിലെ നിലയിൽ പോകണം. അവിടെ വരുന്ന എല്ലാവർക്കും 24 മണിക്കൂറും ഫ്രീ ഫുഡ് നൽകുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചണാണത്. അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ബട്ട് അവർ കാണാതെ ഞാനൊരു വീഡിയോ എടുത്തു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അവനോടും ബൈ പറഞ്ഞ് എൻ്റെ ലഗേജ് ഇരിക്കുന്ന ക്ലോക്ക് റൂമിലേക്ക് പോയി. സ്റ്റേയുടെ കാര്യത്തിൽ അപ്പോഴും ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു. ഇവിടുത്തെ ഫ്രീ സ്റ്റേ എന്തായാലും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിലാണെങ്കിൽ ജാക്കറ്റ് കൂടെ ഇല്ല. ഇവരൊക്കെ ഈ കിടക്കും പോലെ ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് കുറച്ച് ഞാനിവിടെ കിടന്നാൽ നേരം വെളുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഡെഡ് ബോഡി ആവും. ബ്ലാങ്കറ്റ് കിട്ടാനാണ് എല്ലാവരും ആ ക്യൂ നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റൂം അന്വേഷിച്ചു. 500 പറഞ്ഞൊരു റൂം ബാർഗെയിൻ ചെയ്ത് 350 ഞാൻ എടുത്തു. 350 റുപ്പീസിന് ഇത്ര നല്ലൊരു റൂം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വാഷ്റൂം ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗീസർ ഫെസിലിറ്റിയും ഉണ്ട്. അമൃത്സർ വരുന്നവർക്ക് നല്ലൊരു സ്റ്റേ ഓപ്ഷനാണിത്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫുഡ് ലേറ്റ് ആയതുകൊണ്ടാവാം മേ ബി എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാനൊരു ടാബ് കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഒരു 8 മണിയായപ്പോൾ ഞാൻ ടെമ്പിളിലേക്ക് പോയി. എൻ്റെ റൂമിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടന്ന ടെമ്പിളിൻ്റെ ബാക്ക് എൻട്രൻസിലെത്തും. അതിൽ പോകുമ്പോൾ അവിടെ വേറൊരു ഗുരുദ്വാര കൂടെ ഉണ്ട്. ടെമ്പിൾ എത്തുന്നതിന് കുറച്ച് മുൻപായി ഷൂ ഹൗസ് ഉണ്ട്. അവിടെ നമ്മുടെ ഷൂവ് സോക്സ് ഒക്കെ ഏൽപ്പിക്കാം. അപ്പോൾ ഒരു ടോക്കൺ തരും, അത് വാങ്ങി സേഫായിട്ട് വെക്കണം. ഷൂ ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ടെമ്പിൾ ഉള്ളത്. തല കവർ ചെയ്യാനുള്ള തുണി ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ സർദാർജിയാണ് എനിക്കത് കെട്ടി തന്നത്. മോർണിംഗ് ടൈം ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. കാലൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ടെമ്പിളിലേക്ക് എൻ്റർ ചെയ്തു. ടെമ്പിൾ ഡേ ലൈറ്റിലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. അവിടെ പരിചയപ്പെട്ടൊരു ലേഡി എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു. ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണ് ഹുഡി ഊരി മാറ്റിയത്. ബട്ട് കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് താങ്ങാൻ പറ്റാതെയായി. അതുപോലെ വിറച്ചാണ് ഞാൻ തിരിച്ചു വന്നത്. കുറച്ച് സമയം കൂടെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ടെമ്പിളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനവിടെ നിന്നു. പിന്നെ വെള്ളത്തിലിറങ്ങി കാലൊക്കെ കഴുകി ടെമ്പിളിലേക്ക് പോയി. അതിൽ നടന്നു പോകുമ്പോൾ അവിടെ കുടിക്കാൻ ചൂടുവെള്ളം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തണുപ്പത്ത് നമുക്ക് ശരിക്കും ഒരു ആശ്വാസമാണ്. എൻട്രൻസിൻ്റെ അവിടെ ചെന്നപ്പോൾ വലിയൊരു ക്യൂ. അതാണെങ്കിൽ ഒന്ന് അനങ്ങുന്ന കൂടെ ഇല്ല. അങ്ങനെ ക്യൂവിൽ പോയി നിന്നു. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു തൊഴുതിറങ്ങാൻ. അവിടെ എന്താണ് നേർച്ച കൊടുക്കുക എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഈ കൗണ്ടറിൽ നിന്ന് ഇത് വാങ്ങി നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം, അതിൽ കുറച്ച് നമുക്ക് തരും, ബാക്കി അവരവിടെ എടുക്കും. പിന്നെ നമുക്ക് നാട്ടിലേക്കൊക്കെ കൊണ്ടുവരാൻ കേടുവരാത്ത ഡ്രൈ ആയിട്ടുള്ള പ്രസാദം കിട്ടും. ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൗണ്ടറിലാണ് അത് കിട്ടുന്നത്. പ്രസാദമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ലങ്കർ ഹാളിൽ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നൈറ്റിൽ സെയിം ഫുഡ് തന്നെയായിരുന്നു, ബട്ട് വിത്തൗട്ട് റൈസ് ആയിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തല കവർ ചെയ്യാൻ തന്ന തുണി അവിടെ തന്നെ ഇടണം. അവിടെ നിന്ന് പിന്നെ ടെമ്പിളിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ വന്നു.
ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഷോളാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഞാനും ഒരു ഷോൾ വാങ്ങി. നമ്മളെല്ലാവരും പണ്ട് പഠിച്ചിട്ടുള്ള ജാലിയൻ വാലാബാഗ് ഉള്ളത് മെയിൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അവിടെ എൻട്രി ഫീയോ ചെക്കിങ്ങോ ഒന്നുമില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും കുറേ സ്റ്റാച്യൂസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട്. 1919 നടന്ന ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസും റിലേറ്റഡ് ഫോട്ടോഗ്രാഫ്സുമാണ് ആ ഗാലറിയിലുള്ളത്. ആ ഇൻസിഡൻറ്റ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു റൂം കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എത്തി നോക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി ഞാനും അവിടെ ചെന്നു. അതാണ് മാർട്ടേഴ്സ് വെൽ, അതായത് രക്തസാക്ഷികളുടെ കിണർ. പണ്ടിവിടെ വെടിവെപ്പ് നടന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ ആളുകൾ കിണറിലേക്ക് എടുത്ത് ചാടി. 120 പേരാണ് അന്ന് ഈ കിണറിൽ മാത്രമായിട്ട് മരിച്ചത്. ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് മിക്കവർക്കും തന്നെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. 1919 റോളക്ട് ആക്ടിനെതിരെ പ്രതികരിച്ച സാധാരണ ജനങ്ങളിലേക്ക് അന്നത്തെ ബ്രിട്ടീഷ് ജനറൽ ഡയറുടെ ഉത്തരവ് പ്രകാരം ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെപ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. അന്നത്തെ വെടിവെപ്പിലെ 28 ബുള്ളറ്റ് മാർക്കുകളാണ് ഈ ഭിത്തിയിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് ഫ്ലെയിം ഓഫ് ലിബർട്ടി. അവിടെ മരിച്ച രക്തസാക്ഷികളുടെ ഒരു സ്മാരകമാണത്. ഒരു ഫ്ലെയിമിൻ്റെ ഷേപ്പിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ കാഴ്ചകളാണ് ജാലിയൻവാല ബാഗിൽ കാണാനുള്ളത്. ഞാൻ അവിടെ നിന്നിറങ്ങി വീണ്ടും ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ വന്നു. ആ എൻട്രൻസിൽ തന്നെ ഒരു ശനിദേവൻ്റെ ക്ഷേത്രമുണ്ട്. കുറച്ചു നേരം കടകളൊക്കെ കയറി ഇറങ്ങി തെണ്ടി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. എപ്പോഴും ലങ്കറിൽ പോയി ഫുഡ് കഴിക്കാതെ ഇവിടുത്തെ ലോക്കൽ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അമൃത്സറിലെ ഫേമസ് കുൽച്ച ഷോപ്പാണിത്. മൈദ വെച്ചിട്ട് പരത്തി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണിത്. പല ടൈപ്പ് ഫില്ലിങ്സ് ഇതിൽ കൊടുക്കും. നല്ല തിരക്കുള്ള ഷോപ്പാണ്. അവിടെ സീറ്റ് ഫ്രീ ആവും വരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഏത് ട്രൈ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതിരുന്ന എനിക്ക് അതിൻ്റെ വെറൈറ്റീസാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. എൻ്റെ കൂടെ ഇരുന്നത് സോണിയ ദീദിയും ഫാമിലിയാണ്. പുള്ളിക്കാരി പഞ്ചാബിയാണ്, ബട്ട് കാനഡയിൽ സെറ്റിൽഡ് ആണ്. ആലു കുൽച്ചയും ലസ്സിയുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ അവരുടെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് അതിൻ്റെ ക്യാഷ് കൊടുക്കാൻ പോലും പുള്ളിക്കാരി സമ്മതിച്ചില്ല. പുറത്തിറങ്ങി ഞങ്ങളൊരു സെൽഫി എടുത്തു. പിന്നീട് ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴാണ് പുറകിൽ ഞങ്ങളൊക്കെ നല്ലോണം ചിരിച്ച് പോസ് ചെയ്ത് നിൽക്കുന്ന ആ ലേഡിയെ ശ്രദ്ധിച്ചത്. അവരാരാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. കേരള അവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ഒന്ന് കറങ്ങി കാണാനും എനിക്കൊരു ജാക്കറ്റ് വാങ്ങിക്കാനും കൂടിയിട്ടാണ് ഓട്ടോയിൽ കയറിയത്. യൂട്യൂബിൽ ഈ വീഡിയോസ് ഇടും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഫേസ് കാണിക്കരുത് എന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു. പഞ്ചാബിലെ ഒരു ഉയർന്ന കാസ്റ്റിൽപ്പെട്ട ആളാണ് പുള്ളി. സോ റിലേറ്റീവ്സിനൊന്നും ഈ ജോബാണ് ചെയ്യുന്നത് എന്നറിയില്ല. വീഡിയോ ഒക്കെ ഇട്ട് ഇനി എങ്ങാനും പുള്ളിയെ കണ്ട് അത് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ടാണ് ഫേസ് കാണിക്കേണ്ട എന്നോട് പറഞ്ഞത്. ആ യാത്രയിൽ മുഴുവനും പുള്ളിയുടെ കുറേ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെയാണ് എന്നോട് സംസാരിച്ചത്. പെട്ടെന്നാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത്. എന്ത് കണ്ടിട്ടാണോ ആവോ കുറേ നേരം അവനെന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റിൽ കുറച്ച് കടകളൊക്കെ കയറി ഇറങ്ങി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ജാക്കറ്റ് കിട്ടി. ഞാൻ എവിടെ പോയിട്ട് വന്നാലും കുട്ടികൾ ആദ്യം ചോദിക്കുന്നത് ടോയ്സാണ്. അതുകൊണ്ട് അവർക്കുള്ള ടോയ്സ് അവിടെ നിന്ന് തന്നെ അങ്ങ് വാങ്ങി. ഓട്ടോക്കാരൻ എന്നെ വീണ്ടും ടെമ്പിളിൻ്റെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. കുറച്ച് നേരം അവിടെ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഞാൻ 2 ദിവസമായി ചായ കുടിച്ചിട്ട് എന്ന സത്യം മനസ്സിലായത്. അപ്പം തന്നെ അടുത്ത് കണ്ടൊരു ടീ സ്റ്റാളിൽ പോയി 1 അല്ല 2 ചായ ഞാൻ കുടിച്ചു. പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ആൾക്കൂട്ടം കണ്ടത്. ചെന്ന് നോക്കിയപ്പം എല്ലാവരും ജിലേബി ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്നു. അവിടുത്തെ ഫേമസ് ഒരു ജിലേബി ഷോപ്പാണിത്. അവിടെ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്താണ് നല്ല ചൂടൻ ജിലേബിയും ഗുലാബ് ജാമുനൊക്കെ നമുക്ക് തരുന്നത്. നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് അധിക സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഓർഡർ കിട്ടിയത്. 2 ഐറ്റവും ഞാൻ ട്രൈ ചെയ്തു. ഗുലാബ് ജാമുൻ കഴിച്ചപ്പോൾ തന്നെ മത്ത് പിടിച്ചു പോയി എനിക്ക്. പിന്നെ ജിലേബി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പീസ് ജിലേബി ഞാൻ ട്രൈ ചെയ്തു. ബാക്കി ഞാൻ പൊതിഞ്ഞ് കയ്യിലെടുത്തു. മറ്റ് പല സ്ട്രീറ്റ് ഫുഡ്സും അവിടെ ഇതുപോലെ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്തില്ല. സന്ധ്യ ആയപ്പോഴേക്കും ഞാൻ വീണ്ടും ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെ സ്ട്രീറ്റിൽ തന്നെ എത്തി. സന്ധ്യ സമയത്ത് ആ സ്ട്രീറ്റും അവിടുത്തെ ഷോപ്പുകളും ഒക്കെ കാണാൻ നല്ല രസമാണ്. രാത്രി 10:30-ക്കാണ് എനിക്ക് ജമ്മുവിലേക്കുള്ള ബസ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. സോ അതുവരെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് എല്ലാ കാഴ്ചകളും കാണുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ചെക്കൗട്ടായി. എൻ്റെ ലഗേജ് രാത്രി വരെ അവരവിടെ ഓഫീസിൽ കീപ്പ് ചെയ്തോളാം, ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. സോ അതവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ തിരിയാൻ ഇറങ്ങിയത്. അവസാനമായിട്ട് ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നും കൂടെ പോയി കണ്ട് ആസ്വദിച്ച് ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ലങ്കർ ഹാളിലേക്ക് പോയി. അപ്പോൾ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് ബാഗൊക്കെ എടുത്ത് ഒരു ഓട്ടോയും പിടിച്ച് എൻ്റെ ബസ് വരുന്ന ബോർഡിംഗ് പോയിന്റിലേക്ക് പോയി. ഓൺ ദ വേ ഒരാൾ കൂടെ ഓട്ടോയിൽ കയറി ഡ്രൈവറുടെ സൈഡിലിരുന്നു. ആ ഓട്ടോക്കാരൻ്റെയും കൂടെയുള്ള ആളുടെയും പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നി. കറക്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെയല്ലേ അവരെന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ അവരെ സംശയിച്ചു. അവരെന്നെ കറക്റ്റായിട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ കൊണ്ടുവന്ന് വിട്ടു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കോലത്തിലേ എന്നെ കാണാൻ കഴിയുള്ളൂ. ഇവിടെ നിന്ന് കാശ്മീർ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ബസ് അവിടെ കിടപ്പുണ്ട്. ഇനിയുള്ള ഭാഗം കാശ്മീർ പാർട്ട് 1 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ
ടേക്ക് കെയർ. ബൈ ബൈ.